ഉത്തർപ്രദേശിൽ നിന്നും പുറത്തു വരുന്നത് തികച്ചും ഞെട്ടിക്കുന്ന ഒരു കണക്കാണ്. 1-2 ലക്ഷമല്ല, 2,18,00,000 പേരുകളാണ് യു പിയിലെ പുതിയ വോട്ടർ പട്ടികയിൽ നിന്നും ഒറ്റയടിക്ക് നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നത്. തീരുമാനങ്ങളിൽ എപ്പോഴും കർക്കശക്കാരനായിട്ടുള്ള യോഗി ആദിത്യനാഥ് സർക്കാരിന്റെ ഭരണ നേട്ടങ്ങളിലെ മറ്റൊരു ധീരമായ ഒരു നീക്കമായാണ് ഇതിനെ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. യു പിയിലെ SIR അഥവാ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണ നടപടികൾ ഇപ്പോൾ ഏതാണ്ട് പൂർത്തിയായിരിക്കുകയാണ്. വരുന്ന ഏപ്രിൽ 10-ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന്റെ അന്തിമ പട്ടിക പുറത്തിറക്കും. ഈ പ്രക്രിയയിലൂടെ ഏകദേശം 2,18,00,000 ആളുകളുടെ പേരുകളാണ് വെട്ടിമാറ്റപ്പെട്ടത്. ഇതോടെ മുൻപത്തെ വോട്ടർ പട്ടികയിൽ 15,44,00,000 വോട്ടർമാരുണ്ടായിരുന്നു ഉത്തർപ്രദേശിൽ. ഈ വമ്പൻ അഴിച്ചുപണിക്ക് ശേഷം വോട്ടർമാരുടെ എണ്ണം 13.25 കോടിയായി കുറഞ്ഞു. വ്യാജ വോട്ടർമാരെയും അനർഹരെയും കണ്ടെത്താനുള്ള സർക്കാരിന്റെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നടപടി തന്നെയാണിത്. വളരെ കൃത്യവും സൂക്ഷ്മവുമായിട്ടാണ് ഈ ശുദ്ധീകരണ നടപടികൾ സർക്കാർ പൂർത്തിയാക്കിയിരിക്കുന്നത്. SIRന്റെ ആദ്യഘട്ടത്തിൽ തന്നെ 2,89,00,000 പേരുകൾ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയിരുന്നു. അതോടെ കരട് പട്ടികയിൽ 12,55,00,000 പേരുകൾ മാത്രമായി. തുടർന്ന് നടന്ന പരിശോധനയിൽ 2003-ലെ വോട്ടർ പട്ടികയുമായി ഒത്തുനോക്കിയപ്പോൾ 1,04,00,000 പേരുകൾ പൊരുത്തപ്പെടുന്നില്ല എന്ന് കണ്ടെത്തി. ഇതോടെ ബൂത്ത് ലെവൽ ഓഫീസർമാർ നേരിട്ട് വീടുകളിലെത്തി 2,22,00,000 കേസുകളിൽ അന്വേഷണം നടത്തി. ഇതിനിടയിൽ 86,69,000 പേർ പുതിയതായി പട്ടികയിൽ ഉൾപ്പെടാൻ അപേക്ഷ നൽകുകയും 3,18,000 പേരുകൾ നീക്കം ചെയ്യാൻ അപേക്ഷകൾ ലഭിക്കുകയും ചെയ്തു. ആകെ മൊത്തം 3,26,00,000 വോട്ടർമാർക്ക് നോട്ടീസ് അയച്ചുകൊണ്ടാണ് ഈ ഹിയറിംഗ് പൂർത്തിയാക്കിയത്. ഇത്രയും വലിയൊരു ശുദ്ധീകരണ നടപടി നടക്കുമ്പോൾ രാഷ്ട്രീയ പാർട്ടികൾ വെറുതെ ഇരിക്കില്ലല്ലോ. ആകെ 92 പരാതികളാണ് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഈ ഒരു കാലയളവിൽ ലഭിച്ചിരിക്കുന്നത്. ഇതിൽ 78 പരാതികളും നൽകിയത് പ്രതിപക്ഷമായിട്ടുള്ള സമാജ്വാദി പാർട്ടിയാണ്. ഭരണകക്ഷിയായ BJP 8 പരാതികളും നൽകി. എന്നാൽ ഈ 92 പരാതികളും വളരെ വേഗത്തിൽ തന്നെ പരിഹരിച്ചുവെന്ന് ചീഫ് ഇലക്ടറൽ ഓഫീസർ വ്യക്തമാക്കി. അവകാശവാദങ്ങളും എതിർപ്പുകളും കേൾക്കാനുള്ള അവസാന തീയതി മാർച്ച് 27 ആയിരുന്നു. പറഞ്ഞ സമയത്തിനുള്ളിൽ തന്നെ എല്ലാ പരാതികളിന്മേലുള്ള നടപടികൾ പൂർത്തിയായി. ചുരുക്കത്തിൽ അനധികൃത നിർമ്മാണങ്ങൾ പൊളിച്ചു മാറ്റുന്ന യോഗിയുടെ പ്രശസ്തമായിട്ടുള്ള ബുൾഡോസർ ഇപ്പോൾ കടലാസുകളിലെയും കണക്കുകളിലെയും കൃത്രിമത്വങ്ങൾക്ക് മേൽ കൂടി കയറി ഇറങ്ങുകയാണെന്ന് പറയേണ്ടി വരും. മുൻകൂട്ടി നിശ്ചയിച്ചതുപോലെ തന്നെ നടപടിക്രമങ്ങളെല്ലാം മാർച്ച് 27-ന് തീർപ്പാക്കി. ഏപ്രിൽ 10-ന് അന്തിമ വോട്ടർ പട്ടിക പുറത്തിറങ്ങും. ഭരണ സംവിധാനം എങ്ങനെ കാര്യക്ഷമമായി പ്രവർത്തിക്കണം എന്നതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഉദാഹരണമായി മാറുകയാണ് യു പിയിലെ ഈ വമ്പൻ SIR നടപടി. ന്യൂസ് ഡെസ്ക് മലയാളം.